സോ വെൽക്കം ബാക്ക്. അപ്പൊ ഇനി നമുക്ക് 2 ദിവസം കൂടി വെയിറ്റ് ചെയ്യേണ്ടി വരുള്ളൂ. കാരണം 16 സീരീസ് ലോഞ്ച് ആവണം. അതായത് സെപ്റ്റംബർ 9 ലോഞ്ച് ചെയ്യുന്നത്. ഒബ്വിയസ്ലി എല്ലാ പ്രാവശ്യത്തെയും പോലെ വലിയ മാറ്റങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ല. അറിയാലോ, 16 സീരീസ് ആയാലും 15 സീരീസ് ആയാലും പ്രത്യേകിച്ച് മാറ്റങ്ങളില്ല. പക്ഷേ ഇപ്രാവശ്യം നോൺ പ്രോ വേരിയന്റ് ആയ 16-ഉം 16+നും ചെറുതായി ഒരു ക്യാമറ മോഡ്യൂളിന് ചെറിയൊരു അലൈൻമെന്റ് മാറ്റം വരുത്തിയിട്ടുണ്ട് ആപ്പിൾ. അതായത് നമ്മുടെ 15 സീരീസിൽ ഇങ്ങനെയായിരുന്നെങ്കിൽ നമുക്ക് 16ലോട്ട് വരുമ്പോൾ അതെ ഈ ഒരു ലെവലിലേക്കാണ് നമ്മുടെ ക്യാമറ മോഡ്യൂളിന്റെ അലൈൻമെന്റ് വരുന്നത്. അതായത് അവർ പറയുന്നത് ഈ പറയുന്ന സ്പേഷ്യൽ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ സ്പേഷ്യൽ വീഡിയോ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ വിഷൻ പ്രോ ആവശ്യമാണ്. അതർവൈസ് അതൊരു ഗിമിക് ഫീച്ചറായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. നോൺ പ്രോ വേരിയന്റിന് ചെറിയൊരു ഡിസൈൻ വ്യത്യാസം അവർ വരുത്തിയിട്ടുണ്ട്. ഒരു നല്ലൊരു കാര്യമാണ്. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന ഒരു ബ്ലാക്ക്, വൈറ്റ് ആൻഡ് ഗ്രേ ഒക്കെ നിലനിർത്തിക്കൊണ്ട് ഒരു യുണീക്ക് കളറായിട്ടുള്ള ഒരു ഡിസേർട്ട് ഗോൾഡ് എന്ന് പറയുന്ന ഒരു പുതിയൊരു വേരിയന്റ് അവർ പുറത്ത് കൊണ്ടുവരുന്നുണ്ട്. അതൊരു നല്ലൊരു കളറായിട്ടൊക്കെ എനിക്ക് തോന്നുന്നു. പിന്നെ ക്യാമറയുടെ കാര്യത്തിൽ വലിയ വ്യത്യാസം കാര്യങ്ങളൊന്നും അവർ വരുത്തിയിട്ടില്ല. നോർമലായിട്ട് ഒരു 48 മെഗാ പിക്സലും അതേപോലെ 12 ആയിട്ടാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ ചെറുതായൊരു വ്യത്യാസം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 15 പ്രോ മാക്സിലായിരുന്നു 5x ഒപ്റ്റിക്കൽ സൂം വരുന്നത്. പക്ഷേ ഇപ്രാവശ്യം പ്രോ മാക്സിൽ മാത്രമല്ല നമ്മുടെ പ്രോ വേരിയന്റിലും നമുക്ക് 5x എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഡിസ്പ്ലേയിലേക്ക് നോക്കുമ്പോൾ പ്രോ വേരിയന്റിൽ ഒരു വ്യത്യാസം അവർ വരുത്തിയിട്ടില്ല. അതായത് 14 പ്രോ അല്ലെങ്കിൽ 15 പ്രോ എങ്ങനെയായിരുന്നോ അതേ സെയിം ഡിസ്പ്ലേ തന്നെയാണ് 16 പ്രോയിലും അവർ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ മെയിനായിട്ട് പറയാനുള്ള ഒരു ആപ്പിൾ തെണ്ടിത്തരമാണ് ഇപ്പോഴും 2024 ഇറങ്ങിയ അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ 16 സീരീസ്, അതായത് 16-ഉം നോൺ പ്രോ വേരിയന്റ് ആയ 16-ഉം 16+ഉം നമുക്ക് ഇപ്പോഴും 60 ഹെർട്സിലേക്ക് കിട്ടത്തുള്ളൂ. പറയാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം ഇത്രയും വലിയൊരു ട്രില്യൺ ലെവൽ കമ്പനിയായിട്ട് പോലും അവർ ഒന്ന് ആലോചിക്കുക, എത്ര രൂപ കൊടുക്കണം ഒരു നോൺ പ്രോ സീരീസ്. അതായത് 16 സീരീസിനൊക്കെ എന്തായാലും ഒരു 70-ന് മേലെ അവർ എന്തായാലും ലോഞ്ച് പ്രൈസ് വെച്ചിട്ടുണ്ടാവും. ആ ഒരു പ്രൈസിന് 60 ഹെർട്സ് ആണ് ഇപ്പോഴും കൊടുക്കുന്നതെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. മേ ബി അടുത്ത വർഷം ഇറങ്ങുന്ന 17 സീരീസിൽ ചിലപ്പോൾ അവർ ഈ പറയുന്ന കൂടിയ റീഫ്രഷ് റേറ്റ് കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. കൊടുത്താൽ അവർക്ക് നല്ലത്. കാരണം വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. ബാക്കി എന്തും നമുക്ക് ഓക്കെ പറയാം. പക്ഷേ ഇപ്പോഴും ഈ നോൺ പ്രോ വേരിയന്റ് 60 ഹെർട്സ് വെച്ചിട്ട് തന്നെ റൺ ചെയ്യുന്ന വളരെ പരിതാപകരമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനി നമ്മുടെ ബാറ്ററിയിലേക്ക് വരുമ്പോൾ ചെറിയതായിട്ട് ഒരു വ്യത്യാസം അവർ വരുത്തിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ 15+ലൊക്കെ കുറച്ച് കൂടിയ ബാറ്ററി ബാക്കപ്പ് ആണെങ്കിൽ ആ സെയിം ബാറ്ററി ബാക്കപ്പ് നിലനിർത്തിയിട്ട്, അതായത് നോൺ പ്രോ വേരിയന്റ് ആയ നോർമൽ 16-നും അല്ലെങ്കിൽ 16 പ്രോയ്ക്കും ഈ പറയുന്ന കുറച്ച് ഒരു 10% ഇൻക്രീസ് അവർ വരുത്തിയിട്ടുണ്ട്. വിച്ച് ആക്ച്വലി ഒരു നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം ബാറ്ററി ബാക്കപ്പ് ഒരു മെയിൻ പ്രശ്നം തന്നെയായിരുന്നു ആപ്പിളിൻ്റെ കാര്യത്തിൽ. അത് കുറച്ചെങ്കിലും അവർ ഇമ്പ്രൂവ്മെന്റ് വരുത്തിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും 16 സീരീസ് ഇറങ്ങിയപ്പോൾ ഒരു ചെറിയൊരു കാര്യം ചേഞ്ച് വരുത്തിയിട്ടുണ്ട് അവരുടെ അൽഗോരിതത്തിൽ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണം പറയണത് കഴിഞ്ഞ പ്രാവശ്യത്തെ 15 പ്രോ അല്ലെങ്കിൽ നോൺ പ്രോ വേരിയന്റ് ആയ 15-ൽ രണ്ടും 2 ടൈപ്പ് ഓഫ് ചിപ്സെറ്റ് ആയിരുന്നു. അതായത് 70 പ്രോ ആയിരുന്നു നമ്മുടെ 15 പ്രോയിൽ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മുടെ നോൺ പ്രോ വേരിയന്റ് ആയ 15-ൽ മുന്നത്തെ 14 പ്രോയുടെ ചിപ്സെറ്റ് എടുത്തിട്ട് നേരെ 15-ൽ എടുത്ത് വെച്ചേക്കായിരുന്നു. അറിയാലോ, അത് അങ്ങനെയാണ് അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്രാവശ്യത്തേക്ക് വരുമ്പോൾ നമ്മുടെ 16 സീരീസിൽ ഫുൾ ലൈനപ്പിൽ നമുക്ക് ബയോണിക് അല്ലെങ്കിൽ A18 ബയോണിക് ചിപ്സെറ്റാണ് ഈ 4 ഫോണിലും കൊണ്ടുവന്നിരിക്കുന്നത്. ആക്ച്വലി ഒരു ഗുഡ് തിങ്. കാരണം മേ ബി അതിനൊരു റീസൺ ഉണ്ട്. എന്താ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പിൾ ഇൻ്റലിജൻസ്, നമ്മുടെ ആപ്പിൾ ഇൻ്റലിജൻസ് ഇനി വരാൻ പോകുന്ന എല്ലാ സീരീസിലും കൊണ്ടുവരാനാണ് അവർ ഈ ഒരു പരിപാടി ചെയ്തിരിക്കുന്നത്. അല്ലാത്ത പക്ഷം അവർ ഈ ആപ്പിൾ ഇൻ്റലിജൻസ് എന്നൊരു ഫീച്ചർ ഇല്ലായിരുന്നെങ്കിൽ ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഇപ്പോൾ 15 സീരീസിൽ ഉണ്ടായിരുന്ന സാധനം ആയിരിക്കും ഈ 60-ൽ കൊണ്ടുവന്നേനെ. പക്ഷേ ആപ്പിൾ ഇൻ്റലിജൻസ് എല്ലാത്തിലും ഇനി വർക്ക് ചെയ്യണമെന്നുള്ളത് കൊണ്ട് മാത്രമാണ് അവർ ഈ 18 ചിപ്സെറ്റ് അല്ലെങ്കിൽ A18 ബയോണിക് എന്ന് പറഞ്ഞ സംഭവം ഈ 16 മൊത്തം ലൈനപ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 16 സീരീസിൽ പുതിയൊരു ബട്ടൺ എന്തായാലും ആ ഒരു ഫോണിൽ അല്ലെങ്കിൽ ആ 16 സീരീസിൽ മൊത്തമായിട്ട് പുതിയൊരു ബട്ടൺ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ ക്വിക്ക് ആക്സസ് ചെയ്യാനും അല്ലെങ്കിൽ നമുക്ക് DSLR-ലൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് അറിയാം, നമ്മുടെ ഒരു ഒബ്ജക്റ്റ് ഈ പറയുന്ന ഹാഫ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ ഒരു ഒബ്ജക്റ്റ് എന്തായാലും ലോക്ക് ചെയ്ത് പിന്നീട് ഒരു ഫുൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാപ്ചർ ചെയ്യുന്ന ടൈപ്പ് ഒരു പ്രസ്സിങ് ആണ് നമ്മുടെ DSLR-ലുള്ളത്. ആ ഒരു സെയിം മെത്തേഡാണ് ഇപ്പോൾ ആപ്പിൾ
അവരുടെ പുതിയ 16 സീരീസിൽ കൊണ്ടുവന്നിരിക്കുന്നത്. മാത്രമല്ല ആ ഒരു സ്ലൈഡിങ് ജെസ്റ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് സൂം ഇൻ സൂം ഔട്ടൊക്കെ ചെയ്യാവുന്ന ഒരു നല്ലൊരു ഫീച്ചറാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ എനിക്ക് പേഴ്സണലി പറയാനുള്ള ഒരു ആപ്പിളിൻ്റെ തെണ്ടിത്തരമാണ്. ഇപ്പോൾ നമ്മുടെ 15 Pro അല്ല 14 Pro എടുത്ത ആളുകൾ 14 Pro ഇറങ്ങുമ്പോൾ ഭയങ്കര ഡയലോഗടി ആയിരുന്നു. ഏറ്റവും ബെസ്റ്റ് ഫോണ്, മറ്റേ പവർഫുൾ തേങ്ങ മാങ്ങ എന്നൊക്കെ പറഞ്ഞിട്ട് ഇറക്കിയ ഫോണ് എടുത്തവരൊക്കെ ആരായി പോകും. കാരണം അവർ പറയുന്ന ആപ്പിൾ ഇൻ്റലിജൻസ് നമ്മുടെ 15 സീരീസിൽ പോലും പറഞ്ഞില്ല. അതായത് നോൺ പ്രോ വേരിയൻ്റ് ആയ 15 പോലും അവർ കൊടുക്കുന്നില്ല. അവർ കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 15 Pro അല്ലെങ്കിൽ 15 Pro Max, ഇനി വരുന്ന 16 Pro Max ടൈപ്പുകളിൽ മാത്രമാണ് അവർ കൊടുക്കുന്നത്. ബാക്കി ഈ 14 Pro അല്ലെങ്കിൽ ഈ 15 നോൺ പ്രോ അതൊക്കെ മേടിച്ചവർക്ക് ആരായിപ്പോൾ അതൊരു എന്താ പറയുക, അതൊക്കെ ഒരു ക്യാപ്പബിലിറ്റി ഒക്കെ ഉണ്ട്. ഈ പറയുന്ന A80 അല്ലെങ്കിൽ A70 ബയോണിക് ചിപ്പിനൊക്കെ അത്യാവശ്യം ക്യാപ്പബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇല്ലേ? ഉണ്ട്. അപ്പോൾ ആപ്പിൾ ഇൻ്റലിജൻസിന് ഇപ്പോൾ എന്തായാലും 14 Pro അല്ലെങ്കിൽ ആ പ്രോ വേരിയൻറ്റ് ആ ഒരു പ്രോ വേരിയൻറ്റോട് കൂടിയിട്ട് ആ ഒരു കത്തിക്കൽ കഴിഞ്ഞു. ഇനിയിപ്പോൾ അവർ എനിക്ക് തോന്നുന്നത് അവരുടെ 15 സീരീസും അല്ലെങ്കിൽ 15 Pro സീരീസും 16 Pro ഒക്കെ വിൽക്കാൻ വേണ്ടിയില്ല, അല്ലെങ്കിൽ സെയിൽ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയെന്ന് തോന്നുന്നു. കാരണം ക്യാപ്പബിലിറ്റി ഉള്ള ചിപ്സെറ്റ് തന്നെയാണ് ഈ 17 അല്ലെങ്കിൽ 70 Pro ഒക്കെ ഉള്ള, അല്ലെങ്കിൽ 70 Pro ഓൾറെഡി ആണ്. മറ്റേ 17 സീരീസും അല്ലെങ്കിൽ 16 സീരീസും ഒക്കെ അത്യാവശ്യം ക്യാപ്പബിലിറ്റി ഉള്ള 4 നാനോമീറ്റർ ആണെങ്കിൽ പോലും അത്യാവശ്യം ക്യാപ്പബിലിറ്റി ഉള്ള ഒരു സ്ട്രോങ്ങസ്റ്റ് ചിപ്സെറ്റ് തന്നെയാണ്. ഇൻ്റലിജൻസ് എന്തായാലും അതിൽ നമുക്ക് റൺ ചെയ്യാൻ പറ്റുന്നൊരു സംശയമില്ല. പക്ഷേ മറ്റേ കൺസോൾ ഗെയിമിങ് എന്തായാലും ഓക്കെ, അത് നമുക്ക് കൺസോൾ ഗെയിമിങ് എന്തായാലും കളിക്കണം. നമ്മൾ ഈ BGMI PUBG ഒക്കെ കളിച്ച് അങ്ങനെ ജീവിച്ചുകൊണ്ട് നമുക്ക് വേണ്ടത് ഈ ഇൻ്റലിജൻസ് ആയിരുന്നു. ആപ്പിൾ ഇൻ്റലിജൻസ് എന്തായാലും എല്ലാ വേരിയൻറ്റിലും അല്ലെങ്കിൽ മിനിമം 13 Pro മുതലെങ്കിലും അവർ കൊടുക്കണമായിരുന്നു. പക്ഷേ അത് ചെയ്തത് ഭയങ്കര വലിയൊരു തെണ്ടിത്തരായി പോയിട്ട്. ശരിക്കും ഈ ഒരു കാര്യത്തിൽ ഇവന്മാരൊക്കെ നമ്മുടെ സാംസങ്ങിനെ കണ്ടു തന്നെ പഠിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ S24 സീരീസ് ഇറങ്ങിയപ്പോൾ നമുക്ക് ഗാലക്സി AI എന്ന് പറയുന്ന ഒരു ഫീച്ചർ അവർ പ്രൊവൈഡ് ചെയ്തിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ S22 ആളുകൾക്കൊന്നും അങ്ങനെ കിട്ടുന്നുണ്ടായിരുന്നില്ല. അതിന് മുന്നിറങ്ങിയ 23, 22 അൾട്രാ ടീമിനൊന്നും അത് അവൈലബിൾ ആയിട്ടല്ല അവർ ഇറക്കിയത്. പക്ഷേ അവരും ഈ പറയുന്ന ഈ കുറച്ച് പൈസ കൊടുത്ത് മേടിക്കുന്ന ഫോണല്ലല്ലോ, അത്യാവശ്യം പൈസ കൊടുത്ത് അവർ മേടിക്കുന്ന ഒരു ഫോണിന് അവർ കൊടുത്തില്ല എന്നുള്ളത്. പക്ഷേ അവർ പിന്നീടൊരു അപ്ഡേഷൻ വഴി ആ ഒരു ഫീച്ചർ S22 സീരീസ് മുതൽ എല്ലാവർക്കും കൊടുത്തിരിക്കുകയാണ്. ആപ്പിളിൻ്റെ തെണ്ടിത്തരങ്ങൾ തീർന്നിട്ടില്ല മക്കളെ. അടുത്തായിട്ടുള്ള ഒരു തെണ്ടിത്തരമാണ് ഈ ഒരു 2024 അവർ 20 വാട്ട് ഫാസ്റ്റ് ചാർജറെ നമുക്ക് തരുന്നുള്ളൂ. കാരണം ഇത്രേ കാലം ഇപ്പോൾ 220 വാട്ട് വരെ നമുക്ക് ഷവോമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പോലും ഒരു മണിക്കൂർ 1.5 മണിക്കൂർ എന്തായാലും മാക്സിമം ചാർജ് ചെയ്യണം ഒന്ന് ഫുള്ളാവാൻ വേണ്ടിയിട്ട്. ആലോചിക്കുക, ഇത്രയും പൈസ കൊടുത്ത് മേടിക്കുന്ന ഒരു ഫോണിൽ ഫാസ്റ്റ് ചാർജിങ്ങും അവർ കൊടുക്കുന്നില്ല. അവർ പറയുന്ന ഫാസ്റ്റ് ചാർജിങ് ഒരിക്കലും നല്ലതല്ല, ബാറ്ററി ഹെൽത്തിനൊക്കെ ഭയങ്കര പ്രോബ്ലം വരും. അതൊന്നും ഇല്ല ഗൈസ്. കാരണം ഞാൻ യൂസ് ചെയ്യുന്ന ഈ പറയുന്ന OnePlus 65 വോൾട്ട് ഫാസ്റ്റ് ചാർജിങ് ആണ്. പക്ഷേ ഈ പറയുന്ന ഒരു അരമണിക്കൂറിനോണ്ടൊക്കെ അത് ഫുള്ളാവും. പക്ഷെ എനിക്ക് ഇതുവരെ ഒരു ബാറ്ററി ബാക്കപ്പ് ഡ്രോപ്പ് ഒന്നും എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല ഈ ഫോണിൽ. അതൊക്കെ വെറുതെ തട്ടി വിടണം. അവരെ കൊണ്ട് പറ്റുന്ന കാര്യമാണ്. ഈ മിനിമം ഒരു 45 വോൾട്ടെങ്കിലും അവർ തരേണ്ടതാണ്. കാരണം അത്രയും പൈസ നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോഴും ഈ ഒരു 20 വാട്ട്സ് വെച്ചിട്ട് എന്ത് ചെയ്യാനാ? ഒരു മണിക്കൂർ എന്തായാലും, ഒരു മണിക്കൂറിന് മേലെ ഒരു 2 മണിക്കൂർ എടുത്ത് നമ്മൾ എന്തായാലും ഫുൾ ചാർജ് ആവണ വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അത് ഭയങ്കര വലിയൊരു എന്താ പറയുക, ആപ്പിളിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു എന്താണ് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അവർ ചെയ്യാത്തത് എന്താണെന്ന് നമുക്കറിയില്ല. ഇനി വരും 16 അല്ലെങ്കിൽ ഈ 17, 18 Pro വേരിയൻറ്റിലൊക്കെ ഒരു ഫീച്ചറായിട്ട് ചിലപ്പോൾ അവർ കൊണ്ടുവരാനായിരിക്കും. ഇതാണ് ഞങ്ങളുടെ പുതിയ ടെക്നോളജി, ഞങ്ങൾക്ക് 45 വോട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയൊരു ഫീച്ചർ പോലെ കൊണ്ടുവരാനായിരിക്കും. 10 കൊല്ലം മുന്നേ ഇറങ്ങിയ ഫാസ്റ്റ് ചാർജിങ്. അല്ല, അങ്ങനെയാണല്ലോ ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഗൈസ് നമ്മളെ 16 സീരീസിനെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ള. പ്രത്യേകിച്ച് ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ചെക്കൻ എന്തായാലും 2 ദിവസം കഴിഞ്ഞിട്ട് ഇറങ്ങട്ടെ, ബാക്കി അപ്പോൾ പറയാം. ഇനി ഞാൻ ഏറെ കാണുന്ന അല്ലെങ്കിൽ ഞാൻ കൂടുതൽ നോക്കി കാണുന്ന ഈ 60 സീരീസ് അല്ല, നമ്മുടെ iOS 18 റിലീസാണ്. കൂടുതൽ ഒരുപാട് മാറ്റങ്ങളും കാര്യങ്ങളും വരുത്തിയിട്ടാണ് പുതിയ iOS ഇറങ്ങുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു ടൈമിൽ നമുക്കൊരു പുതിയ വീഡിയോ ചെയ്യാം. അപ്പോൾ ഇത്രയും നേരം കണ്ടതിന് വലിയ നന്ദി. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.